ഹലോ മിസ് കോൾ ആയിരുന്നു. ചിത്ര, എടാ ചിത്ര, എന്താണ് ഇത്? 10 മണിക്ക് ഊട്ടിക്ക് വന്നിട്ട് 10:15 ഉറങ്ങും. സാറിന് അങ്ങനെ പറയാം. എന്താ? ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറങ്ങിട്ട് പോലും അറിയോ? എന്താ തനിക്ക് എന്തായിരുന്നു പരിപാടി? എന്താ പരിപാടി? എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നോ? നൈറ്റ് ഡ്യൂട്ടിയോ? എന്തായിരുന്നു ഇത്ര വലിയ നൈറ്റ് ഡ്യൂട്ടി? എന്റെ പൊന്നു സാറേ, ഇന്നലെ തന്നെ ആ കത്രീനയും റീത്തയും കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. കത്രീനയും റീത്തയോ? അങ്ങനെ 2 പെണ്ണുങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലോ. പിന്നെന്താ? അത് പെണ്ണുങ്ങളല്ല, നമ്മുടെ അമേരിക്കയിൽ വീശിയ 2 കൊടുങ്കാറ്റുകളാ. അവർ കാരണം എത്ര പേര് മരിച്ചെന്നറിയോ? ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും? എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ ഇംഗ്ലീഷ് അല്ലേ, നമുക്കെല്ലാം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത് കാരണം ഒരു പണി നടക്കുന്നില്ല. തന്നെയല്ല, ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവന്മാർ ഇങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ടം കേട്ടോ. കേരളത്തിലെ പോലീസുകാർക്ക് എന്താണോ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു പാവപ്പെട്ട ഒരുത്തിനെ പിടിച്ചിട്ട് ഇവനെ ഉരുട്ടി ഇവിടെ കൊണ്ട് വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് ശരീരം വയ്യാത്തല്ലേ, അവൻ ഇവരുടെ എല്ലാവരും കൂട്ടത്തിൽ കിടത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നത്? അപ്പൊ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കണം. സാർ അതൊന്ന് വിളിച്ച് ചോദിക്കണം. ചോദിക്കട്ടെ? സാറ് ചോദിക്കണം. ചോദിക്കാം. ഹലോ, ആ കേരള മുഖ്യമന്ത്രി അല്ലേ? ഇത് ഞാനാ കാലന യമലോകത്തുനിന്നാ. എന്ത് പണിയാണോ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ ഒരു പണിയാ. ഞങ്ങൾ 2 ദിവസം അവധി എടുത്ത് ഇവിടെ ഇരിക്കാം. ഇവിടെ ഞങ്ങൾ എന്തെല്ലാം ശിക്ഷകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? മനുഷ്യന്റെ തോല് വിളിച്ചു മുളക് പുരട്ടുന്നു, നൂൽപാലത്തിലൂടെ നടത്തുന്നു, ലിറ്റർ കണക്കിന് എണ്ണ മേടിച്ചു വെച്ചിരിക്കുക. ഇതെല്ലാം വേസ്റ്റ് ആയി പോവല്ലേ? ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ തന്നെ നൂൽപാലത്തിലൂടെ നടക്കുക. വേണ്ട, അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ? ശരി, ഓക്കെ. അടിപൊളി. കേരളത്തിലോട്ടല്ലേ വിളിച്ചത്? കേരളത്തിലോട്ടാണല്ലോ. അവന്മാർക്ക് അത് വേണം. പിന്നെ ചിത്ര, നീ മാത്രം കഷ്ടപ്പെടുന്നു പറഞ്ഞ് നീ ഇങ്ങനെ വീമ്പിളക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. അത് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീ ഈ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കിയേ. ബില്ലോ? എന്റെ കഷ്ടപ്പാട് ആ ബില്ലിലുണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ്. അത് തന്നെ. റോക്കറ്റ് ഉണ്ട് 50,000 രൂപ. പിന്നെ ഇത്രയും ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പിന്നെ റോക്കറ്റ് അല്ല കപ്പലെ കൊണ്ടുവരാൻ പറ്റുമോ? അതിനിവിടെ റെന്റിന് റോക്കറ്റ് കിട്ടത്തില്ലല്ലോ. ഇവിടെ റോക്കറ്റ് കിട്ടത്തില്ല. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച റോക്കറ്റാ. അത് തിരിച്ച് റിട്ടേൺ പോയപ്പോ ഞാൻ ചാടിക്കയറിയതാ. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ അമ്മാര് പറയാം അതിന്റെ ഫുൾ പൈസയും വേണമെന്ന്. ഒരു കാര്യം പറയാം, കേരളത്തിൽ ചെന്ന് ഓട്ടോറിക്ഷ കയറിയാലും ഉണ്ടല്ലോ, അവര് പറയും ഓട്ടോറിക്ഷയുടെ വില വേണമെന്ന്. അതാ സ്ഥലം. ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ്, അതായത് യമ ഗവൺമെന്റ് സാറിനൊരു പോത്തിനെ അനുവദിച്ചു തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ പോത്തിനെ കൊണ്ട് എന്താ ലാഭം? പോത്തിനെ കൊണ്ട് എന്താ ലാഭം? സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഇരയെ പിടിക്കുന്ന ജീവികളുണ്ടല്ലോ, അതാരാ? ഹൈവേ പെട്രോൾ, അവർ പിടിക്കത്തില്ല. പിന്നെ പെട്രോൾ അടിക്കണ്ട, പിന്നെ CC അടയ്ക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട, എന്തിനു വേണം ലൈസൻസ് പോലും വേണ്ട. ഇതൊക്കെ താൻ എന്ത് പറഞ്ഞാലും ശരി, ആ പോത്തിനെ കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം അതിന്റെ കാലൊടിഞ്ഞ് കിടക്കുക. പോത്തിന്റെ കാലൊടിഞ്ഞോ? അതെന്ത് പറ്റി? അതിന്റെ സ്വഭാവ ദൂഷ്യം. എന്ത് സ്വഭാവ ദൂഷ്യം? പോത്ത് എരുമയെ കണ്ടു. എരുമയെ കണ്ടോ? എന്നിട്ട് എന്ത് പറയാനോ കാലൊടിഞ്ഞു. ചേടാ, ഇതുങ്ങൾക്കുണ്ടോ പെൺവാണി ഫോൺ? എന്തായാലും നമ്മൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തിനാണ് നമ്മൾ ബഹളം ഉണ്ടാക്കുന്നത്? എന്താ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, ഉള്ള റൂം കൊണ്ട് ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സാറ് ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് വീതിച്ച് കൊടുത്തേക്കണം കേട്ടോ. എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതെ, ഇവിടെ ഇപ്പൊ എത്ര പേര് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് മാസാവസാനല്ലേ? എല്ലാ കണക്കൊന്നും കൃത്യമായിട്ട് കേട്ടാക്കൊള്ളാം അല്ലേ? അപ്പൊ കണക്ക് വായിക്കാം. പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ച ബോഡി 20,000. ബോഡി 20,000, ആത്മാവ് 20,000, വരവ് 20,000. ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ 50,000. ബോഡി 50,000, ആത്മാവ് 50,000, വരവ് 50,000. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ 30,000. ബോഡി 30,000, ആത്മാവ് 30,000, വരവ് 30,000. കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ 50,000. ബോഡി 5, ആത്മാവ് 5. ഇതന്നെ 5 പേരെ വന്നിട്ടുള്ളൂ ഇവിടെ. ഇതിന് പൂജ്യത്തിനൊന്നും ഒരു വിലയില്ലേ? എനിക്കറിയാൻ പാടില്ല. ഇതാണ് കുഴപ്പം. ഇതാരാ? 5 പേരിലുള്ള. അത് ശരി, ഇതെന്താ ക്ലോക്കിന്റെ സംസ്ഥാന സമ്മേളനം? ഇതാണ് ഈ കാലം ഒരു ബോധമില്ലെന്ന് പറയണത്. വെറുതെ മര്യാദക്ക് നാട്ടിൽ വാർക്കപ്പണി ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരകത്തിൽ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്കം വെച്ച് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ വല്ല ക്ലോക്ക് ഇടയിലും കയറിയിട്ട് വഴി തെറ്റി യമലോകത്തി ചെല്ലുക. അവസാനം പുള്ളിയുടെ വായിരിക്കണ കേൾക്കുക. സോറി ചേട്ടാ, ഞാൻ അറിയാതെ വന്നാൽ ഞാനേ നരകത്തിലേക്ക് പോണ വഴിയായിരുന്നു, അപ്പോൾ വഴി തെറ്റി വാച്ചിട്ടേ കയറിയാ. സോറി. നരകമേ, സത്യം പറ,
എടാ നീ ഉദ്ദേശിക്കുന്ന നരകം തന്നെ ഇത്. ഇതാണോ നരകം? ഇതാണ് യമലോകം. ഇത് യമലോകത്തിന്റെ ഓഫീസാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ്? ഇത് യമലോകത്തിന്റെ ഓഫീസല്ലേ? ഇവിടെ ഇതിന് മാത്രം ക്ലോക്കിന്റെ ആവശ്യമുണ്ടാ? ഒരു ഓഫീസ് ആകുമ്പോൾ ഒരു ഒറ്റ ക്ലോക്ക് മതി. ഇതാണെങ്കിൽ എല്ലാം പല പല സ്പീഡിലാണ് കറങ്ങണത്. എടാ ഇത് നിന്നെ പോലെ മരിച്ചു വരുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ ക്ലോക്കായത്. ഓരോരുത്തർക്കും ഓരോ ക്ലോക്കാ? ഞാൻ ചോദിക്കണത് ഇതെന്താ പല പല സ്പീഡിൽ കറങ്ങുന്നത്? എടോ അത് ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവാ. എന്റെ പൊന്നി, ഇത്ര എനിക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതാ. എടാ ഈ ഓരോരുത്തർ വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവര് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത്. അത് ശരി. അപ്പൊ കുറച്ച് പാപം ചെയ്തവനാ കുറച്ച് കറങ്ങും, ഇപ്പൊ കൂടുതൽ പാവം ചെയ്തവനാ സ്വല്പം കൂടി കൂടുതൽ. അങ്ങനെയാണല്ലേ? അത് ശരി. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വന്നപ്പം ഒരു ശ്രദ്ധിക്കണ്, ഒരു ക്ലോക്ക് ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. അതെന്താന്നറിയോ? അത് ജനിച്ചൊരെണ്ണം മരിച്ച ഒരു കുട്ടിയുടെ ക്ലോക്കാ. അത് ശരി. അപ്പൊ ബർത്ത്ഡേ എന്ന് തന്നെ അവന്റെ ഡെത്ത് ഡേ നടന്നു. അതെ, അപ്പോയിന്റ്മെന്റിന്റെ അന്ന് തന്നെ അവന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു. അതൊക്കെ പോട്ടെ, എന്റെ ക്ലോക്ക് എടുത്താ. എന്റെ ക്ലോക്ക് ക്ലോക്കോ? എന്റെ ക്ലോക്ക് ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. നിന്റെ പേരെന്താ? എന്റെ പേര് സുകുമാരൻ. സുകുമാരൻ. വീട്ടിലെന്ത് വിളിക്കും? എടാ സുകുമാരാ. അങ്ങനെ വിളിക്കുമല്ലോ. ആ ശരി. അപ്പൊ റൂം 86, റൂം നമ്പർ 86. സുകുമാരൻ വീട്ടിൽ. എടോ സുകുമാരൻ, എടാ സുകുമാരൻ എന്ന് വിളിക്കുന്ന സുകുമാരൻ. റൂം നമ്പർ 86 സാർ. റൂം നമ്പർ 86 അല്ലേ? 86. സുകുമാര, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മറ്റുള്ള ക്ലോക്ക് ഇരിക്കുന്ന ഈ ക്ലോക്ക് ഇതോടെ വെക്കുന്നോ അതോ താൻ തന്റെ റൂമിലേക്ക്? അത് വേണ്ട, ഇത് എന്റെ സ്വന്തം ക്ലോക്ക് അല്ലേ, ഞാൻ എന്റെ റൂമിൽ വെച്ചോളാം. അപ്പൊ ഓക്കെ, നമുക്ക് കാണാട്ടോ. റൂമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ വെക്കണം. ചിത്ര, അടുത്ത ടോക്കൺ വിളിക്കാം. ടോക്കൺ നമ്പർ 65. ഞാൻ ജയിച്ചു. എന്ത് ജയിച്ചു? ഇതാരാ? ഞാൻ കാലൻ. ഇതാണ് ആ കാലൻ. എന്റെ പൊന്ന് കാല, ഒരു കാര്യം പറയണ്ടായിരുന്ന, കൊച്ചുനാള് മുതൽ വടം വലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഈ കഴുത്തെ കയറോടൊപ്പം ഞാനോടത്ത് വടാന്നോടത്ത് വടംവലി മത്സരം നടത്തി വടത്തെ കയറി പിടിച്ചതാണ്. അത് ശരി. മോനെ ഇവിടെ കൊണ്ടുവന്ന. എന്താ പേര്? എന്റെ പേര് ജോസഫ്. ജോസഫ്. ബർത്ത്ഡേ 35/1971. ഡെത്ത് 35/1968. ഏജ് എന്ന് പറഞ്ഞാൽ 34 വയസ്സ് വരും. ജോസഫ് അല്ലേ? ജോസഫിന്റെ റൂം നമ്പർ 87. 87 ഒരുപാട് ക്ലോക്കൊക്കെ ഉണ്ടല്ലേ ഇവിടെ? ക്ലോക്കൊക്കെ ഉണ്ട്. ഈ ക്ലോക്കൊക്കെ ഇവിടെ വരാൻ കാരണം? ജോസഫിനോടൊരു ക്ലോക്ക്. എനിക്ക് ക്ലോക്ക് ഉണ്ടാ? ക്ലോക്ക് തരും. ഇവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് എന്റെ ക്ലോക്ക് അല്ലേ? സമയം 9:15. 9:15. മറ്റേ ക്ലോക്ക് 10:15, 11:15, 12:15, 1:15, 2:15. ഇതെന്താണ് പല ക്ലോക്കും പല ടൈമിൽ വർക്ക് ചെയ്യണത്? എന്റെ ജോസഫെ, ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത്. മനസ്സിലായില്ലേ? അതിരിക്കട്ടെ, ജോസഫ് ആദ്യം ചെയ്ത പാപം ഏതാ? എന്റെ ആദ്യ പാപം എന്ന് പറയുന്നത്, ആദ്യ പാപം സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാപം. അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന്. മനസ്സിലായോ? എന്താടാ താൻ എന്തിനാ കരുതെന്തിനാ? അറിയാവാ, കഴിഞ്ഞ 3 മാസം മുമ്പ് എന്റെ ഭാര്യ മരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവള് നിഷ്കളങ്കായിരുന്നു, പരിശുദ്ധായിരുന്നു. അവള് മരിക്കും മുമ്പ് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവൾ ആദ്യം കൊണ്ടുവന്ന് എന്നെ രണ്ടാമത് കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യുക, എന്റെ ഭാര്യയുടെ ക്ലോക്കെന്ന് കാണാൻ വല്ല മാർഗമുണ്ട്? എന്താ തന്റെ ഭാര്യയുടെ പേര്? ശോശാമ്മ. ശോശാമ്മ. വയസ്സെത്ര? 48. തനിക്ക് എത്ര വയസ്സുണ്ട്? 32. സാറേ, റൂം നമ്പർ 50 ശോശാമ്മ. റൂം നമ്പർ 50 ശോശാമ്മ. റൂം നമ്പർ 50 ശോശാമ്മയുടെ ക്ലോക്ക് ദൈവത്തിന്റെ മുറിയിൽ കൊണ്ട് വെച്ചിരിക്കും. സംതൃപ്തിയായി, തൃപ്തിയായി, എനിക്ക് സന്തോഷമായി. ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല. അല്ല, മരിച്ചല്ല, എനിക്കറിയാം എന്റെ ഭാര്യയെ കുറിച്ച്. അവൾ അത്രയ്ക്ക് നിഷ്കളങ്കയാണ്, അത്രയ്ക്ക് പരിശുദ്ധയാണ്, അത്രയ്ക്ക് പതിവ്രതയാണ് അവൾ. എനിക്കറിയാം അവളുടെ ക്ലോക്ക് ദൈവത്തിന്റെ റൂമിലാണ്, വേറൊരു റൂമിലും പോകാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ക്ലീൻ ഇമേജ് അല്ലേ അവൾക്ക്? അതെ, പരിശുദ്ധ ആയതുകൊണ്ടൊന്നുമല്ല. ദൈവത്തിന്റെ മുറിയിലെ ഫാൻ കാർഡായിട്ടേ ദൈവത്തിന് കാറ്റ് കൊള്ളാൻ പകരം കൊണ്ട് വെച്ചിരിക്കുക തന്റെ പെണ്ണുമ്പിള്ളയുടെ ക്ലോക്ക്. അത്രയ്ക്ക് സ്പീഡാ. എവിടെ പോയി കിടക്കാം? ഇവനൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എങ്ങും വരത്തുമില്ല. ചുമ്മാ അതിനെ ഇത് തെക്കോട്ടും പടക്കൂടെ നടക്കാല്ലാത്ത വേറൊന്നും വരത്തില്ല. ജോസ്, ആരാ അവിടുത്തെ ഡോക്ടർ? നല്ല ശീലമല്ല. അങ്ങനെ ഞാൻ അശ്ലീലങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഒന്നും കാണിച്ചിട്ടില്ല. എന്റെ അടുത്ത് കാണിക്കരുത്. നിനക്കെന്നെ അറിയില്ല. മനസ്സിലായല്ലോ? ഞാൻ ആരാണെന്നറിയോ? ഇല്ല, അറിയില്ല. ഞാൻ മൂരിക്കാട് ജോസ്. മൂരിക്കാട് ജോസ്. പണ്ട് പന്തളത്ത് 1916
ഒരു 20 പേരുമായിട്ട് വെട്ടുണ്ടായി. പുറം മുഴുവൻ കുത്തി കെട്ടി അങ്ങ് വെച്ചിരിക്കുക. ഈ പള്ളയുടെ ഈ വശം ആ പോണ്ടിച്ചേരി വെട്ടുക. കാരണം പാണ്ടിക്കാര് മനസ്സിലായല്ലോ. അതുകൊണ്ട് വലിയ അഭ്യാസവും പ്രകടനമൊന്നും വേണ്ട. പിന്നെ എന്താണ് കാര്യം? എന്താ ഇവിടെ എന്താണ് കാര്യം? കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു മറുക് പോലെ എന്തോ ഇങ്ങനെ കറുത്തിട്ട് വരുന്നു. കയ്യില് ഇവിടെ ഇത് രക്തം കട്ട പിടിച്ചിടക്കുന്നല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സംഭവം കൊണ്ട് മാറാനുള്ള കേസ്. ആലീസേ. യെസ് ഡോക്ടർ. പ്ലീസ് കം. ആലീസ്. ഡോക്ടറെ എന്താ ഒരു നേഴ്സോടൊരു ഞങ്ങള് വേറെ കാര്യം ഞങ്ങള് വേണ്ട. എന്റെ വലിയ അഭ്യാസമൊന്നും വേണ്ട, മനസ്സിലായല്ലോ. എന്റെ പൊന്നു എന്റെ ജീവിതത്തിൽ എന്റെ ഒരു ഉറുമ്പ് പോലും കഴിച്ചിട്ടില്ല. പിന്നെ ഇത് പിടിച്ചേ. ഇയാളാണ് ഇവിടത്തെ വലിയ ദാതയാണെന്ന് പറഞ്ഞ് വീമ്പിളക്കിയത്. അതല്ലേലും അങ്ങനെ എല്ലാ ദാതാക്കന്മാരും ഇച്ചിരി വീമ്പിളൊക്കെ ഇച്ചിരി കൂടുതലാ. പിന്നെ ഞാൻ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല, അറിയാവോ? അരിച്ചൊരു കാര്യം ചെയ്യും, അകത്തേക്ക് ചെല്ലേ കേട്ടോ. എന്താണ് കാര്യം? എന്താ പൊട്ടാനാന്ന് മനസ്സിലായി. പാടും പാട്ട് പാടിക്കേ പാടിക്കേ. തന്റെ കാര്യം എന്താണ്? എന്താണ് എന്താണ് തന്റെ കാര്യം? എന്താ പ്രശ്നം? എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണ്? അത് തന്നെ. രാവിലെ 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 വയറാത്ത പ്രശ്നം പ്രശ്നം പ്രശ്നം. അത് ശരി, അങ്ങ് പോവാ ബുങ്കാര പോലെ. ഓ അത് ശരി, രാവിലെ ബാത്റൂമിൽ ബുങ്കാര. ഭയങ്കര പ്രശ്നം. ഒരു രാവിലെ എന്താ കഴിച്ചത്? ഓ രാവിലെ 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 കഴിച്ചു. എന്താ കഴിച്ചത്? രാവിലെ 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 എന്താണ്? കൊയ്ത്തോ കൊയ്ത്തോ? നെല്ലിടിച്ച് ഇടിച്ച് വെള്ളം ഒഴിച്ചു. എടാ ഒന്ന് പാത്രന്ന് പറ, എന്നാ സാധനം എന്നാന്ന് പറയാ. അരിക്ക് എപ്പോഴും മനസ്സിലായി. അത് എന്താ ഭൂകാരാര? പൊടി എടുത്ത് കൈ വെച്ചു വൃത്തികേട് കാണിക്കാന്ന് പറഞ്ഞില്ലേ? വൃത്തികേട് കാണിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്ത് കൈ വെച്ചു. എന്റെ ദൈവമേ, രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത്. അപ്പൊ ഇതന്നെ ഇവിടെ 2 പൊട്ടന്മാരാ. ഇതിപ്പോ ആരാ ഡോക്ടറെന്ന് തിരിച്ചറിയണം. ഒരു പണി ഇവന്മാരുടെ ഭാഷയിൽ തന്നെ അങ്ങ് ചോദിക്കാം, അതാ നല്ലത്. അല്ലാതെ പറ്റിയ ആരാ? ഇയാള് ചോദിക്കുന്ന ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന്. തനിക്ക് വാ തുറന്ന് പറയാൻ പറ്റില്ല. താനാ ഇവിടുത്തെ ഡോക്ടർ?